മഞ്ജുഷ എന്താ പറയുക, ഒരു നാച്ചുറൽ പെർഫോമർ ആണ്, ഡാൻസർ ആണല്ലേ? യു ആർ അബ്സല്യൂട്ട്ലി ഗോർജിയസ് ഓൺ സ്റ്റേജ്. നൗ ജഡ്ജസ് ഇഷ്ടപ്പെട്ടോ? ചോദിക്കാം. ലെറ്റ്സ് ആസ്ക് ചിത്ര ചേച്ചി. മഞ്ജുഷ ചേച്ചി, മോളെ കാണാനുള്ള പോലെ തന്നെയായിരുന്നു മോളുടെ പാട്ടും. താങ്ക് യു ചേച്ചി. മോളുടെ വോയിസ് വളരെ ക്യൂട്ടായിരുന്നു. അതിൽ തന്നെ ഒരു ഇന്നസെൻസ് ഉണ്ടായിരുന്നു. ഹരിണിക്കും ഉണ്ട്. ഹരിണിയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. ഒരു വോയിസിൽ തന്നെ ഒരു ഇന്നസെൻസ് ഉണ്ട്. വളരെ ഗ്രേസ്ഫുൾ മൂവ്മെന്റ്സ് ആയിരുന്നു. ഡാൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡാൻസറാണോ മോളെ? വളരെ പഠിക്കുന്നുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു. പിന്നെ മോളിലോട്ട് കയറിപ്പോയപ്പോൾ ഞാനൊന്ന് പേടിച്ചു അടുത്ത കിതയ്ക്കുമോന്ന്. ആ ഡയലോഗ് പോർഷൻ വരുന്നില്ലേ, അത് തുടക്കത്തിൽ ഉണ്ടായിരുന്നോ? അതിലുള്ളതാണോ? ഇല്ല, അങ്ങനെയില്ല. അപ്പം അന്ന് അങ്ങനെ ഒരു എക്സ്ട്രാ സാധനം കേട്ടിരുന്നു കേട്ടോ. പിന്നെ മോളുടെ ബേസിക് ടെൻഡൻസി കുറച്ച് ഷാർപ്പ് ആവുന്നുണ്ട്. അവിടെ പല പല സ്ഥലങ്ങളിൽ കാത്ത് കാത്ത് നാളാച്ച് ആ ലൈനിൽ ഒരുപാട് സ്ഥലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. കാത്ത് ഒരിക്കലും അതൊരു കറക്റ്റ് ശ്രുതിയിൽ വന്നിട്ടില്ല. പലപ്പോഴും അതിങ്ങനെ മാറിപ്പോ. അപ്പം അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഇഷ്ടമായി മോള് പാടിയത്. 23 മാർക്സ്. 23 out of 30 ആണ്. ശരച്ച, മോള് എന്താ പറയണ്ടേ, ഡാൻസ് കളിച്ചത് ഭയങ്കര ഇഷ്ടമായിരിക്കും. സൂപ്പർ ആയിരുന്നു. നല്ല ഗ്രേസ്ഫുൾ മൂവ്മെന്റ്സ് ആയിരുന്നു. അപ്പോൾ ഈ പാട്ടെടുക്കാൻ എന്താണ് കാരണം? ഈ പാട്ടിനോട് ഇഷ്ടമുണ്ടായിട്ട്. ആണോ? അപ്പൊ മറ്റുള്ള പാട്ടൊന്നും ഇഷ്ടമല്ലേ മോൾക്ക്? ആണോ? ഇഷ്ടാണ്. വേറൊരു ഇഷ്ടമുള്ള പാട്ട് പറയോ? ഫസ്റ്റ് നമ്പറാണ്. ഫസ്റ്റ് നമ്പർ ആവാം. ഈ റൗണ്ടിന് പ്രയോഗിക്കാൻ പറ്റിയ വേറൊരു അസ്ത്രം. ശിവമല്ലിക്കാവിൽ കോവളം പൂത്തു, കുങ്കുമം പൂത്തു, കാവളം കിളിപ്പാട്ട് പാടും പഞ്ചമം കേട്ടു, മഴയുടെ മിഴിയഴകിൽ എരിതിരിയെരിയുകയായി, പുഴയുടെ നറുമൊഴിയിൽ കവിതകളുതിരുകയായി, ജപമാല പോലെ ഞാൻ മിഴിച്ചു മൗനമായി ശിവമല്ലി. ശ്രുതി ശ്രദ്ധിക്കണം കേട്ടോ മോനെ, ഏത് പാടിയാലും. അപ്പൊ ഇത് ശ്രദ്ധിച്ചോണം. ശ്രുതി പാട്ട് നമ്മൾ ശ്വാസം വല്ലാണ്ട് എടുക്കാണ്ടുമുള്ള പെർഫോമൻസ് ചെയ്തോണം കേട്ടോ. ഇത് ഡാൻസ് മാത്രമല്ലല്ലോ, പാട്ടും കൂടില്ലേ കേട്ടോ. അത് മാത്രം ശ്രദ്ധിക്കണം. ശ്രുതി ശ്രദ്ധിച്ചോണം മോള് കേട്ടോ. വേറെ മോളെ ഹലോ മിസ്റ്റർ ഏതൊരു കച്ചിയാണ് കേട്ടോ. കച്ചല്ല, കക്ഷി എന്നാണ് അവിടെ. നമ്മുടെ കക്ഷി എന്ന് പറയത്തില്ല, അതാണ് കച്ചി അവിടെ തമിഴ്നാട്ടില്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം കേട്ടോ മോളെ. 23 മാർക്സ്. 23 out of 30. ശ്രീയേട്ട. മഞ്ജുഷ മോഹൻദാസ്, ജൂനിയർ വാണി ജയറാം. വെൽക്കം ടു സ്റ്റാർ സിംഗർ. താങ്ക് യു സർ. നന്നായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. വളരെ കൊച്ചു കുട്ടികളുടെ ശബ്ദമാണ്. ശബ്ദം മാറിയില്ലല്ലേ? അതോ മാറി ഇങ്ങനെയാണോ ഒറിജിനലായിട്ട്? ഈ ശബ്ദമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നോട്ട്സ് കുറച്ച് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഡാൻസ് ചെയ്തുകൊണ്ടായിരിക്കാം പോയിരിക്കുന്നത്. മനോഹരമായിട്ട് മോടെ മൂവ്മെന്റ്സ് ഒക്കെ വളരെ നന്നായിരുന്നു മഞ്ജുഷയുടെ. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. മോടെ മാർക്ക് 23 out of 30. And finally ജഗദീഷ് ഏട്ടാ. മഞ്ജുഷ, സർ. എക്സലന്റ്. താങ്ക് യു സർ. ഇത് ഇരുവർ എന്ന് പറയുന്ന ചിത്രം, മണിരത്നം സാറിന്റെ ചിത്രം, രാഷ്ട്രീയ രംഗത്തും സിനിമാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച രണ്ട് വ്യക്തികളുടെ ആത്മബന്ധത്തിന്റെയും മത്സരത്തിന്റെയും ഒക്കെ കഥയാണ്. MGRന്റെയും കരുണാനിധിയുടെയും. അത് വളരെ മികച്ച ചിത്രങ്ങളിലൊന്നാണ്. മോഹൻലാലിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിലൊന്നാണ് ഇരുവറിലെ MGRന്റെ ആ റോള്. അതില് ഈ സോങ്ങിന്റെ പിക്ചറൈസേഷൻ മണിരത്നം സാർ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അത് വളരെ എക്സ്ട്രാ വേഗൻസി ആയിരുന്നു. ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ ആയിരുന്നു. പക്ഷേ അത്രയും ഒന്നും സന്നാഹമില്ലാതെ തന്നെ മിനിമം എഫേർട്സ് കൊണ്ട് അതിന്റെ ഇമ്പാക്ട് മഞ്ജുഷ നമുക്ക് തന്നിട്ടുണ്ട്. പാട്ടില് ഈ മൂവ്മെന്റ് പോലെ തന്നെ അതിൽ കാണിക്കുന്ന ആ ക്രിയേറ്റിവിറ്റി പാട്ടിലും കൂടെ അതേ കോൺസെൻട്രേഷൻ കൊടുത്താൽ മികച്ച പെർഫോമിംഗ് സിംഗറായി മഞ്ജുഷയ്ക്ക് മാറാൻ കഴിയും. ഓൾ ദി വെരി ബെസ്റ്റ്. ഐ എം ഗിവിംഗ് യു 7 out of 10. 7 out of 10. Manyusha had a total 23 plus 23 plus 23 plus 7, 76. 76 marks, which is not bad at all. പാട്ട്
വളരെ നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു. കറക്റ്റ് മാർക്കാണ് കിട്ടിയത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത സ്റ്റേജിൽ നല്ല രീതിയിൽ പാടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SMS ഉണ്ടായാലേ ഒക്കുള്ളൂ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി SMS അയക്കണം. SMS ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് മഞ്ജുഷ MANJUSHA. താങ്ക് യു.